എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ എങ്കിൽ കൂടി നമ്മുടെ ഫൈവറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഫ്രീലാൻസേഴ്സിനും അതുപോലെ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിനും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഗൈസ്, നമുക്കറിയാം യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ലഭിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ആ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഓഡിയൻസ് ആയിരിക്കും. അവരായിരിക്കുമല്ലോ നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി ഈവൻ നമ്മളൊരു പുതിയ യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി, നമ്മുടെ വീഡിയോ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നമുക്ക് നൽകുന്ന ഒരു ഫീച്ചറാണ് കീവേഡ്സ് എന്ന് പറയുന്ന സെഷൻ. നമുക്കറിയാം, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റിൽ നൽകേണ്ടി വരും, അതുപോലെ ഡിസ്ക്രിപ്ഷൻ നൽകേണ്ടി വരും. പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടാഗുകളും കൊടുക്കാൻ സാധിക്കും. ഈ ടാഗ് ത്രൂ ആണ് നമ്മുടെ വീഡിയോ അതത് ഓഡിയൻസിന്റെ മുൻപിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ വീഡിയോയ്ക്ക് കൊടുക്കേണ്ട ടാഗുകൾ എങ്ങനെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കും. ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ, വെബ് ആപ്പുകൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് വിഡൈക്യൂ, അതുപോലെ ട്യൂബഡി, വിഡൈക്യൂ പോലുള്ള ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, തേർഡ് പാർട്ടി വെബ് ആപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ചാനലിന് ലഭിച്ചിട്ടുള്ള ആഡ്സെൻസ്, ആഡ്സെൻസ് നമുക്ക് ലഭിക്കുന്ന സമയത്ത് തന്നെ ഗൂഗിൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളോ കാര്യങ്ങളോ നമ്മുടെ കണക്റ്റഡ് അക്കൗണ്ട്, നമുക്ക് ആഡ്സെൻസ് കണക്ട് ചെയ്യുന്ന അക്കൗണ്ടുകൾ വെച്ചിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യാനോ യൂസ് ചെയ്യാനോ പാടില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സെൻസിന്റെ ഫ്യൂച്ചറിൽ ഭാവിയിൽ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് അതിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. എനിഹൗ, അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പേടിയുള്ള ആളുകൾക്ക് മറ്റുള്ളവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കീവേഡുകൾ, അവരുടെ വീഡിയോയിൽ അവർ നൽകിയിരിക്കുന്ന കീവേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഇത് ഫ്രീലാൻസേഴ്സിന് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. നമുക്ക് ഉദാഹരണത്തിന് ഒരു വീഡിയോ, ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാം. ഈ വീഡിയോ നോർമലി നമുക്ക് വിഡൈക്കോ അതുപോലെ ട്യൂബഡി ഒക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ നമുക്ക് അതിന്റെ ടാഗുകൾ കാണിച്ചു തരും. അത് നോർമലി ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മറ്റൊരു ബ്രൗസറിൽ ഞാൻ അത് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്രൗസറിൽ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളോ മറ്റൊന്നും തന്നെ ഇല്ല. ഇവിടെ ഇനി ഈ വീഡിയോയ്ക്ക് ഇവർ നൽകിയിരിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ വീഡിയോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും അതേ കീവേഡുകൾ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ ടാഗ് കീവേഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്ന കീവേഡ് എന്ന് പറയുന്നത് തന്നെയാണ് ടാഗായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കീവേഡ് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സജഷൻ ബോക്സിൽ, അതായത് ഈ ഏരിയയിൽ നമ്മുടെ വീഡിയോകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതിന് മുൻപും ഒരു വീഡിയോ ഇതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൂള് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. അധികം നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക യൂട്യൂബിൽ നിന്നും ഏതെങ്കിലും ഒരു വീഡിയോ. കാരണം ഏത് വീഡിയോയുടെ ടാഗുകളാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അത് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെബ് പേജിൽ എവിടെയെങ്കിലും ആയിട്ട് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വ്യൂ പേജ് സോഴ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ കാണാം. വ്യൂ പേജ് സോഴ്സ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിൽ ആ ഒരു വെബ് പേജിന്റെ ഇന്നറും അതുപോലെ ഔട്ടറും ആയിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാവിധ കണ്ടന്റുകളും ടാഗുകളും ടെക്സ്റ്റ് കണ്ടന്റുകളും എല്ലാം തന്നെ നമുക്കവിടെ അറിയാൻ സാധിക്കും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിൽ കീവേഡ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. ഇത്ര അനേകായിരം ടെക്സ്റ്റുകൾ ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കീവേഡ് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ എവിടെയെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വേർഡ് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ Ctrl+F, വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ Ctrl+F അടിച്ചതിന് ശേഷം കീവേഡ്സ് എന്ന് സെർച്ച് ചെയ്തു. ഇവരുടെ നൽകിയിരിക്കുന്ന കീവേഡുകളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇനി ഈ കീവേഡുകൾ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ സജഷൻ ബോക്സിലേക്ക് നമുക്ക് കുറച്ച് വ്യൂകളൊക്കെ അതിന് ശേഷം ഇവരുടെ സജഷൻ ബോക്സിലേക്ക് നമുക്ക് വരാനും ഈ വീഡിയോ കാണുന്ന ആളുകൾ, അതായത് ആ ഓഡിയൻസ് ആണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എടുത്തിരിക്കുന്ന ഇതേ ഉദാഹരണം എടുത്തിട്ട് നിങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അതിന്റെ കീവേഡുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കാം. ആ ഒരു വീഡിയോയുടെ കീവേഡുകൾ എടുത്തിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടൂളുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ, വിഡൈക്കോ അതുപോലെ ട്യൂബഡി ഒന്നും ഉപയോഗിക്കാതെ തന്നെ മറ്റുള്ള ആളുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന, മറ്റുള്ള ആളുകൾ അവരുടെ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന കീവേഡുകൾ ഏതാണെന്ന് മനസ്സിലാക്കാനും അത് കോപ്പി ചെയ്യാനും സാധിക്കും. ഇനി ഇതെങ്ങനെ നമുക്ക് ഫ്രീലാൻസേഴ്സിന് ഉപയോഗപ്പെടുന്നു എന്നുള്ളത് നോക്കാം.
ഫൈവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈവറിൽ ഇപ്പോൾ ഒരുപാട് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് മാനേജ് യുവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, മാനേജ് യുവർ യൂട്യൂബ് ചാനൽ, ഐ വിൽ ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പുതിയ സെർച്ചുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ചാനലിന് ആവശ്യമായിട്ടുള്ള എക്സാക്റ്റ് കീവേഡുകൾ, അതുപോലെ അതിന് വേണ്ട ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഓൾറെഡി ഇതിൽ വരുന്ന നമ്മുടെ ക്ലയന്റ് ആരായിരിക്കും? ഒരു യൂട്യൂബർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബർക്ക് വേണ്ടിയിട്ടുള്ള അവര് വീഡിയോയ്ക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ടാഗുകളും അതുപോലെ കീവേഡുകളൊക്കെ ഞാൻ കണ്ടെത്തി തരാം. എന്നിട്ട് അത് അവരുടെ വീഡിയോയ്ക്ക് നമുക്ക് നൽകാം. മീൻസ് അവർ നമ്മുടെ ഒരു വീഡിയോയുടെ ലിങ്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അവരുടെ കാറ്റഗറി എന്താണ്, അവർ ചെയ്യുന്ന നിഷ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആ നിഷിൽ ഇപ്പോൾ റാങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോകൾ എടുത്തിട്ട് അതിന്റെ കീവേഡുകൾ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവർക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ആ ഒരു കണ്ടന്റ് അവരുടെ ചാനലിലേക്ക് ആഡ് ചെയ്യണം, ആ ടാഗ് അവരുടെ വീഡിയോയ്ക്ക് അവർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നല്ലൊരു ചേഞ്ച്, അവർ ആ ഒരു വ്യൂ കൗണ്ടിൽ നല്ലൊരു ചേഞ്ച് അവർ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഫ്രീലാൻസിങ് ജോബ് ആയിട്ടും നൽകാൻ സാധിക്കും. ഐ വിൽ മാനേജ് യുവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, മാനേജ് യുവർ യൂട്യൂബ് ചാനൽ. ഇതിന്റെയൊക്കെ എമൗണ്ടുകൾ നിങ്ങൾ നോക്കുക. സ്റ്റാർട്ടിങ് തന്നെ പലരും കൊടുത്തിരിക്കുന്ന എമൗണ്ടുകൾ നോക്കുക. ഒരു $5 വർക്കല്ല, $10 $15 പലരും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇനി മറ്റൊരു ടോപ്പ് റേറ്ററുടെ ഒരു അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ബേസിക് തന്നെ ചാർജ് ചെയ്യുന്നത് 4330 രൂപയാണ്. ഓക്കെ, 4330 രൂപയാണ് ബേസിക് തന്നെ അവർ ചാർജ് ചെയ്യുന്നത്. അത് 4 കീവേഡുകൾ നോക്കുക, 4 ഹാഷ്ടാഗുകൾ മാത്രം അവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നു അതിന് വേണ്ടിയിട്ട്. അത് 2 വീഡിയോയിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഗിഗാണത്. ദെൻ അതിന്റെ സ്റ്റാൻഡേർഡിൽ അവർ 5900 ഏകദേശം 6000 രൂപയുടെ അടുത്ത് വാങ്ങുന്നുണ്ട് 4 വീഡിയോ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരു യൂട്യൂബ് ചാനലിൽ 4 വീഡിയോ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ലോങ് ടേം വർക്കാണ്. ഓക്കെ, ഒരിക്കൽ നമ്മൾ ഒരു യൂട്യൂബർ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവർ ആ വർക്ക് പിന്നീട് മീൻസ് അവർ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് നമുക്ക് തരും. അപ്പൊ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട്, ഓക്കെ, ലോങ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വർക്കായിരിക്കും. പ്രീമിയം ഇവർ കൊടുത്തിരിക്കുന്നത് 7479. ഇത് ഒരു ചാനലിനാണ്, ഒരു ചാനലിലെ 8 വീഡിയോകൾക്ക് മാത്രമാണിത്. ഓക്കെ, അപ്പോൾ ഒരു യൂട്യൂബർ വന്നിട്ട് അവരുടെ ചാനലിലെ എല്ലാ വീഡിയോകളും ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് കണ്ടന്റുകൾ, ഓക്കെ, യൂട്യൂബിൽ എങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരണം, ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് യൂട്യൂബിൽ എങ്ങനെ കൊണ്ടുവരണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് എങ്ങനെ കൂട്ടണം, വ്യൂസിന്റെ കൗണ്ട് എങ്ങനെ കൂട്ടണം, ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇനിയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.